രാഹുൽ ആയോ എന്ന ചോദ്യത്തിനപ്പുറം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന പ്രവണത എന്നുള്ളതാണ്. ലൈംഗികാരോപണ കേസുകൾ നേരിടുന്നവർ എത്ര കൂളായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ കോടതികളിൽ നിന്നും അവർക്ക് അനുകൂലമായി വരുന്ന വിധികൾ, പരാതിപ്പെടാൻ അതിജീവിതകൾ ഭയപ്പെടുന്ന ഒരു കാലമാണോ ഇത് എന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇതിലെ രാഷ്ട്രീയം കൂടി വരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ, അതായത് പാർട്ടിയുടെ ബോധ്യത്തിൽ ഒരു പരാതി വരും മുൻപ് നടപടിയെടുത്ത പാർട്ടി എന്നതാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണല്ലോ, സസ്പെൻഷൻ ആദ്യം വരുന്നു, അതിനുശേഷം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം വരുന്ന ഘട്ടത്തിൽ പുറത്താക്കിയാണ് പാർട്ടി. അപ്പോൾ പുറത്താക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ നടപടിയാണ്. ഒരുപക്ഷെ ലൈംഗികാരോപണ കേസിൽ കോൺഗ്രസിൽ നിന്നും ഒരാളെ പുറത്താക്കുന്നത് ആദ്യമായിരിക്കും. ആ രൂപത്തിൽ പാർട്ടി പ്രവർത്തിച്ചു. അത് കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട തലത്തിലേക്ക് ഉയർന്നു വന്നത്? വന്ന രീതിയും ആ പ്രവണതയും അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നു എന്ന് ആശങ്കപ്പെടുന്ന രൂപത്തിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയത്. ഒരാൾക്ക് വോട്ട് ചെയ്യാൻ വന്നുകൂടെ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വോട്ട് ചെയ്യാൻ വരാം. 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞയാൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന ശരീരഭാഷയോടുകൂടി അവിടെ വന്നിറങ്ങുന്നു. അപ്പോൾ പാർട്ടിക്ക് ഒരു കാര്യവുമില്ലാത്ത, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെറും MLA മാത്രമായ രാഹുൽ മാങ്കൂട്ടത്തിന് ബൊക്കെ നൽകാനും പൂമാല ഇടാനും സ്വീകരിക്കാനും കൂടെ കൊണ്ട് നടക്കാനും ചായ കുടിക്കാനും കൂടെ ഇരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് പാർട്ടിയുടെ നേതാക്കളാണ്. KSUവിൻ്റെ ആൾക്കാരുമാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. ഇതിലൊക്കെ തന്നെ പാർട്ടി വിശദീകരണം ചോദിക്കുമോ? അങ്ങനെ വിശദീകരണം ചോദിക്കേണ്ട പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു ക്രിമിനൽ വക്കീലാണ്. അതിലും മുകളിലാണ് KPCC അധ്യക്ഷൻ എന്ന സ്ഥാനം. അപ്പോൾ അദ്ദേഹം വക്കീലായി പ്രതികരിക്കുകയായിരുന്നു, KPCC അധ്യക്ഷനായി പ്രതികരിക്കുകയായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൽ ചുമതലപ്പെട്ടിരിക്കുന്ന കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ പറയുന്ന സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന കോൺഗ്രസിനെ രൂക്ഷമായി കടന്ന് വിമർശിക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയേണ്ട, ഒരുമിച്ച് പറയേണ്ട പാർട്ടിയിൽ നിന്നും ഇന്നെങ്ങനെയാണ് പ്രതികരണങ്ങൾ വന്നത്? അതായത് തലപ്പത്ത് നിന്നും എങ്ങനെയാണ് പ്രതികരണങ്ങൾ വന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യം തന്നെ ഈ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ ഞങ്ങളിത് കയ്യിൽ വെച്ചില്ല, പാർട്ടി കോടതിയിൽ വെച്ചില്ല, നേരെ അതാ DGPക്ക് കൈമാറി എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്നാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണല്ലോ ആകേണ്ടത്, അതിലൊരു നിയമ വിദഗ്ധന്റെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? പക്ഷേ അവിടെ നിന്നും കടക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ്. അങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വാദത്തെ ശരിവെക്കുകയാണോ KPCC അധ്യക്ഷൻ എന്ന ചോദ്യം ഇവിടുത്തെ സാമാന്യ ജനം ചോദിക്കുന്നുണ്ട്. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ, നിങ്ങൾക്കൊരു കാര്യവുമില്ലാത്ത, നിങ്ങളിൽ ഒരാളല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ ഈ ഘട്ടത്തിൽ, അതായത് ഈ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം എന്തിന് KPCC അധ്യക്ഷൻ പ്രതികരിച്ചു? അതിൽ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? കാരണം പുറത്താക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് AICCയുടെ അറിവോട് കൂടിയാണ് ഞങ്ങളിത് പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒറ്റക്കെട്ടായ തീരുമാനമെന്നാണ്. ഇതിൽ K മുരളീധരനൊക്കെ പറഞ്ഞത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു എന്നുള്ളതാണോ? ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതിന് ശേഷവും പിന്നെയും അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള തുടക്കമാണോ ഇത്? കോടതിയിൽ നിന്നും, അതായത് കീഴ്ക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരുമ്പോഴേക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ കോടതിയിൽ തെളിവുകൾ എങ്ങനെയാണ് കോടതി പരിശോധിക്കുക എന്നറിയില്ല. പരിശോധിച്ച് അവസാനം കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടിയാൽ നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു കയറുമോ? അതാണോ മനസ്സിലാക്കേണ്ടത്? പാർട്ടിക്ക് വന്നൊരു ബോധ്യമുണ്ടല്ലോ, കേസ് വരുന്നതിന് മുമ്പ് പാർട്ടിക്കുണ്ടായ ഒരു ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യം പിന്നീട് പതുക്കെ ഇല്ലാതാവുകയാണോ? ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന 2-3 നേതാക്കളെ പ്രധാനമായുള്ളൂ. വനിതാ നേതാക്കൾ ഓഫ് കോഴ്സ് ഉണ്ട്. അതിൽ ഇന്നും ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ട എന്ന പ്രതികരണം അവർ ആദ്യം തന്നെ നടത്തിയിരുന്നതാണ്. പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ ഉറച്ചു നിൽക്കുന്ന നിലപാട് അത് അദ്ദേഹം ഇപ്പോഴും പറയുന്നു. പരാതിക്കാരിയെ സംശയത്തോടെ നോക്കി കാണരുത് എന്ന് പറയുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി എടുത്ത നടപടി എത്രത്തോളം ആശങ്കപ്പെടുത്തതാണ് എന്ന് ജിമ്മി വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അപ്പോഴും പരാതി പറയാൻ ആളുകൾ മടിക്കുന്ന രൂപത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ വരുന്നുണ്ടോ എന്നൊരു ആശങ്ക അവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ അപ്പുറത്തുമുണ്ടല്ലോ ഇഷ്ടംപോലെ സ്ത്രീലമ്പടന്മാർ. ഈ പറയുന്ന പല അതിജീവിതകളെയും അവഹേളിച്ചവർ അവിടെ മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ടല്ലോ, MLA സ്ഥാനത്ത് തുടരുന്നുണ്ടല്ലോ. ഇപ്പോൾ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പോലീസ് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പ്രതികരിച്ച MLA അവിടെ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ എന്ത് പേരിട്ടാണ് മുഖ്യമന്ത്രി വിളിക്കുക എന്നറിയേണ്ടതുണ്ട്. അതും പോട്ടെ, ഇപ്പോൾ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച് IFFKയുടെ സ്ക്രീനിങ്ങിന്റെ സമയത്താണ് അവിടെ ഒരു സംവിധായകർക്ക് നേരെ, വനിതാ സംവിധായകർക്ക് നേരെ ഒരു ലൈംഗിക പീഡനം നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ അതിലൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ട് 13 ദിവസം അതിൽ ആഭ്യന്തര വകുപ്പ് അടയിരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്
പോലീസിലേക്ക് കൈമാറിയതിനു ശേഷം ഞങ്ങൾക്കതിലൊരു കാര്യവുമില്ല എന്ന രൂപത്തിൽ മാറി നിൽക്കുകയാണോ? അങ്ങനെയല്ലോ. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള മുൻ MLA, പാർട്ടിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ച അയാൾക്കെതിരെ ഒരു പരാതി വരുമ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? പോലീസിന് ഇനി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല, പോലീസ് ആളില്ല അത്രേ. അപ്പോൾ ആളുള്ള കേസുണ്ട്, വേഗത്തിൽ ഓടാൻ പറ്റുന്ന കേസുണ്ട്. പതുക്കെ 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 ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ വേറെ ചില വിഷയങ്ങളിൽ നിന്നും കാര്യങ്ങൾ മാറിപ്പോകുമെന്ന് കരുതുന്ന കേസുണ്ട്. ഇതെല്ലാം തന്നെ ജനത്തിന് ബോധ്യമാകുന്നു. മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വളരെ ശരിയാണ്. ജനം ഇത് വിലയിരുത്തുന്നുണ്ട്, ഉറപ്പായിട്ടും വിലയിരുത്തുന്നുണ്ട്. കാരണം നമ്മൾ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എങ്ങനെയാണ് ഒരു വാർത്താ സമ്മേളനം അന്ന് പിണറായി വിജയൻ നടത്തിയതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലവും നമുക്ക് ഓർമ്മയുണ്ട്. അതുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ഒരു താരതമ്യം ഇല്ല എങ്കിൽ കൂടി ഇന്ന് ഈ രൂപത്തിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ അപ്പുറത്തൊരു കേസ് അവിടെ മൂടി വെച്ചിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നു. അതിനു കൂടി കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. അതിൽ പ്രതികരിക്കാതെ രാഹുൽ എന്ന് പറയുമ്പോൾ ഈ 15 ദിവസത്തിനിടയിൽ കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലായതുകൊണ്ട് ഞങ്ങളിതാ നിസ്സഹായർ എന്ന രൂപത്തിൽ ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കുകയാണോ? അത് ഒരു കേസിൽ മാത്രമാണോ? അത് എല്ലാ കേസിലുമുണ്ടോ? അതുകൂടി സർക്കാർ പറയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണക്കൊളയിൽ നിന്നും കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാഹുൽ ഒരു വിഷയമാകുകയായിരുന്നു. ആ വിഷയം അങ്ങനെ പോകട്ടെ, അറസ്റ്റിലേക്ക് പോകാതെ അത് അങ്ങനെ നീണ്ടു പോകട്ടെ എന്നുള്ളത് നിങ്ങളുടെയും രാഷ്ട്രീയ താല്പര്യമായിരുന്നു. ആത്യന്തികമായി കോൺഗ്രസിനായാലും CPM-നായാലും താല്പര്യം രാഷ്ട്രീയം മാത്രമാണ്. അത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല, സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. Meet the editors.